ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ കൃത്യം ഒരു 7:30 ആകുമ്പോൾ എഴുന്നേറ്റു. കാരണം 7:30 എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. പുറത്ത് നോക്കിയപ്പോൾ പുറത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് 16ന്റെ പണി വീണ്ടും കിട്ടി. സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. താഴോട്ട് ഇറങ്ങി ചെന്നപ്പം നിലമ്പൂരത്തെ ഇലക്ഷന്റെ തകൃതിയായിട്ടുള്ള ബഹളമായിരുന്നു കേട്ടോ. ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് അടയും കഴിച്ചു. ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരാൾ ദേ വാഴയിലേക്കും മറുത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. എന്താണ് കാര്യം അന്വേഷിച്ചപ്പോഴല്ലേ പറയുന്നത്, പേപ്പർ ഉണ്ടാക്കാൻ അത്ര ഇതുകൊണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. അപ്പൊ എന്നോട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോ അവള് പിന്നില് കൊണ്ടുവന്നോണ്ടേ ഇരിക്കുക. ഇതാണെങ്കിൽ തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. എന്തായാലും കുറെ നേരം മെനക്കെട്ടിരുന്ന അത് ചെയ്ത്. അവിടെ മിക്സി ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇതുകൊണ്ടായി അവിടെ പോയി അരയ്ക്കാനാണ് മുപ്പത്തിയുടെ പ്ലാന്. അപ്പൊ എന്തായാലും ഞാനൊന്ന് സഹായിച്ചു കൊടുത്തു. ഇന്ന് അവള് തിരിച്ചു പോകട്ടെ. അപ്പൊ അവളെ കൊണ്ടാക്കാൻ വേണം. അതിന്റെ ഇടയിൽ ഒരു വീഡിയോ അങ്ങോട്ട് എഡിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കിയപ്പോ ദേ ഇവിടെ മുഴുവൻ പുഴ. ഇവിടെ സ്ഥിരം ഇങ്ങനെയാണ് കേട്ടോ, വെള്ളം എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഞാൻ അവളെ പുഴ നീന്തി കിടന്ന് അവളുടെ കവറും പിടിച്ചിട്ട് അവളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഇന്ന് നമുക്ക് ചെറുതായിട്ടൊരു ഫേസ് കെയർ ചെയ്യാനുണ്ട്. അപ്പൊ അതിനാണ് മെയിൻ ആയിട്ട് പോകുന്നത്. കാലടിയിലായിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു ക്ലീനപ്പ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് സക്സസ്ഫുൾ ആയി നടന്നു. അങ്ങനെ നേരെ ബോഡി വാഷ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നേരെ നമ്മൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അതൊക്കെ കളക്ട് ചെയ്തിട്ട് തിരിച്ചു വന്ന്. അപ്പൊ തന്നെ ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പതുക്കെ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അത് വാങ്ങാൻ വേണ്ടിട്ട് പോയി. ഇത് വേറൊന്നും അല്ല കേട്ടോ, കൃഷ്ണ വിഗ്രഹം ഉണ്ട്. അത് വെക്കാൻ ഒരു സ്റ്റാൻഡില്ല. അപ്പൊ അതിനൊരു സ്റ്റാൻഡ് വാങ്ങിയതാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെയാണ് എനിക്ക് ചതി മനസ്സിലാകുന്നത്. പറഞ്ഞ ആ പണി ഇതാണ് കേട്ടോ. ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന റെസിന്റെ വർക്ക് ഇങ്ങനെ ഫ്ലോപ്പ് ആയി പോയി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് മെഷർമെന്റിലാണ് എടുത്തതെന്നുള്ളത്. 2:1 റേഷ്യോയിലാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഞാൻ എന്റെ മെഷറിംഗ് കപ്പില് 20 ml ഹാർഡ്നറും പിന്നെ 10 ml റെസിനും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മിക്സ് ചെയ്തിട്ടാണ് പോർ ചെയ്തത്. പക്ഷെ എന്താന്നറിയില്ല, കയ്യിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ അടുത്തത് ചെയ്യാന്നായി. കാരണം വർക്ക് എന്തായാലും ഏറ്റെടുത്ത് പോയി, അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത സെയിം പ്രോസസ്സ് വീണ്ടും എടുത്തു. ഇപ്രാവശ്യം അബദ്ധം പറ്റിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ പല രീതിക്ക് ഇതിനെ വളച്ചും തിരിച്ചും നോക്കി, പക്ഷെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അതിന് സംഭവിക്കുന്നില്ല. പോയത് പോയി, ഇനി അടുത്തത് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ അളവിൽ റെസിൻ വീണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ എടുത്തത് 40 ml റെസിനും 20 ml ഹാർഡ്നറും ആണ്. അപ്പൊ ഇന്നലത്തെ അതേ കളർ ഒഴിച്ചിട്ട് വീണ്ടും പോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി വീഡിയോ ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതിന്ന് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പൊ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കുറച്ച് കുറവാണ്. ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ടാണ് നമ്മളുടെ ഒക്കെ ഒരു വിജയം. ഈയിടെയായിട്ട് ചാനലിന് ഒരനക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് കണ്ടതിൽ എന്തായാലും നല്ല സന്തോഷം. ഇനി ഇതെന്താവും എന്നുള്ളത് 24 മണിക്കൂറിന് ശേഷം കാണാം. ഇനിയിപ്പോ പോയി ചോറിന്റെ കിടന്നുറങ്ങണം. അപ്പൊ ഇത്രയുള്ളൂ കേട്ടോ എന്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നാളെ ഞാൻ പുതിയ വീഡിയോ ഇട്ട് വരാട്ടോ. അപ്പൊ ഓക്കെ, ബൈ.